ഹലോ, എനിക്ക് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രോക്സി സെർവേഴ്സ് ആൻഡ് ഫെയർവാൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പ്രോക്സി സെർവേഴ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ പ്രോക്സി സെർവർ ഈസ് എൻ ഇൻ്റർമീഡിയറ്റ് സെർവർ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെയും ക്ലയൻറ്റിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സെർവർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോക്സി സെർവേഴ്സ് ഓഫേഴ്സ് ദ ഫോളോയിങ് ബേസിക് ഫങ്ഷനാലിറ്റീസ്. ഈ പ്രോക്സി സെർവേഴ്സ് ഓഫർ ചെയ്യുന്ന ഫങ്ഷനാലിറ്റീസ് ആണ് ഒരു 3 വരുന്നുണ്ട്. അതായത് ഫയർവാൾ ആൻഡ് നെറ്റ്വർക്ക് ഡാറ്റ ഫിൽറ്ററിങ് ഒക്കെ ചെയ്യുന്ന ഒരു സെക്ഷന്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഡാറ്റ ക്യാഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനും. ഇങ്ങനെ 3 ഫങ്ഷനാലിറ്റീസ് ആണ് നമ്മുടെ പ്രോക്സി സെർവർ ഓഫേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോക്സി സെർവേഴ്സിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. ഫോളോയിങ് ആർ ദ റീസൺസ് ടു യൂസ് പ്രോക്സി സർവീസ്. മോണിറ്ററിങ് ആൻഡ് ഫിൽറ്ററിങ്. മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്യുന്ന പറയുന്ന ഒരു പർപ്പസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇംപ്രൂവിങ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട്. ആക്സസിങ് സർവീസ് അനോണിമസ്ലി. പിന്നെ സെക്യൂരിറ്റി. ഇങ്ങനെ ഒരു 5 പർപ്പസ് നമ്മുടെ പ്രോക്സി സെർവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൽ ഇംപ്രൂവിങ് പെർഫോമൻസ് പറയുന്നത് ഇറ്റ് ഫാസ്റ്റൻ ദ സർവീസ് ബൈ പ്രോസസ് ഓഫ് റിട്രൈവിങ് കണ്ടൻറ്റ് ഫ്രം ദ ക്യാഷ് വിച്ച് വാസ് സേവ്ഡ് വെൻ പ്രീവിയസ് റിക്വസ്റ്റ് ആസ് മെയ്ഡ് ബൈ ദ ക്ലയൻറ്റ്. എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്ന് നമ്മൾ ഇതിന് മുന്നേ എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചാൽ ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഡാറ്റ കൊടുത്തിട്ട് നമ്മുടെ പ്രോസസ്സിനെ സ്പീഡാക്കുക. ഇംപ്രൂവിങ് പെർഫോമൻസ് കൂട്ടുക എന്നുള്ള ഒരു സെക്ഷനാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് ട്രാൻസ്ലേഷനാണ്. ഇറ്റ് ഹെൽപ്സ് കസ്റ്റമൈസ് ദ സോഴ്സ് സൈറ്റ് ഫോർ ലോക്കൽ യൂസേഴ്സ് ബൈ എക്സ്ക്ലൂഡിങ് സോഴ്സ് കണ്ടൻറ്റ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് സോഴ്സ് കണ്ടൻറ്റ് വിത്ത് ഒറിജിനൽ ലോക്കൽ കണ്ടൻറ്റ് ഇൻ ദിസ് ട്രാഫിക് ഫ്രം ദ ഗ്ലോബൽ യൂസേഴ്സ് റോഡ് ടു സോഴ്സ് വെബ്സൈറ്റ് ത്രൂ ട്രാൻസ്ലേഷൻ. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ വെബ് ഉണ്ടാക്കിയ ഒരു കണ്ടൻറ്റിനെ ലോക്കൽ കണ്ടൻറ്റിലേക്ക് മാറ്റിയിട്ട്, ഒറിജിനൽ കണ്ടൻറ്റിനെ ലോക്കൽ കണ്ടൻറ്റിലേക്ക് മാറ്റിയിട്ട് എല്ലാവർക്കും ആക്സസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം. അതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് വരുന്നത് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സിൻസ് ദ പ്രോക്സി സെർവേഴ്സ് ഹൈഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ യൂസർ, ഹെൻസ് ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം സ്പാം ആൻഡ് ഹാക്കേഴ്സ് അറ്റാക്സ്. അതായത് നമ്മളെ ഒരു യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വിടാതെ യൂസേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്തിട്ട് സെക്യൂരിറ്റി കൊടുക്കുന്നതാണ്. കാരണം ഒരുപാട് സ്പാംസ് അതുപോലെ ഹാക്കേഴ്സൊക്കെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ ഐഡൻറ്റിറ്റി അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സെക്യൂരിറ്റി ആക്കുന്നു. ആ ഒരു സിസ്റ്റം കൂടെ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് പ്രോക്സീസിൻ്റെ ടൈപ്സാണ്. 3 ടൈപ്സാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫോർവേഡ് പ്രോക്സീസ്. ദി ക്ലയൻറ്റ് റിക്വസ്റ്റ് ഇറ്റ്സ് ഇൻറ്റേർണൽ നെറ്റ്വർക്ക് സെർവർ ടു ഫോർവേഡ് ടു ദ ഇൻ്റർനെറ്റ്. ഇതിൽ 2 സെക്ഷനാണ് വരുന്നത്, ഇൻറ്റേർണൽ നെറ്റ്വർക്കും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും. ഈ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു യൂസറും ഒരു പ്രോക്സിയും ഉണ്ടാകും. നമ്മൾ പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് സെർവർ. ഓക്കെ, അത് ഡയറക്റ്റ് ഫോർവേഡായിട്ട് ഇൻ്റർനെറ്റിലേക്ക് പോകുന്ന ഒരു സെക്ഷനാണ്, ടൈപ്പാണ് ഫോർവേഡ് പ്രോക്സീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓപ്പൺ പ്രോക്സീസ് എന്നാണ് പറയുന്നത്. ഓപ്പൺ പ്രോക്സീസ് ഹെൽപ്പ് ദ ക്ലയൻറ്റ്സ് ടു കോൺസീൽ ദർ IP അഡ്രസ് വൈൽ ബ്രൗസിങ് ദ വെബ്. ഇതിൽ 3 സെക്ഷൻ വരുന്നുണ്ട്. ും ഇൻ്റർനെറ്റാണ്. പിന്നെ ഒരു പ്രോക്സി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു വെബ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ IP എടുത്തിട്ട് അവർ ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് ഓപ്പൺ പ്രോക്സീസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് റിവേഴ്സ് പ്രോക്സീസ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ദി റിക്വസ്റ്റ് ആർ ഫോർവേഡ് ടു 1 or more പ്രോക്സി സെർവേഴ്സ്. ഒരുപാട് പ്രോക്സി സെർവേഴ്സിലേക്ക് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുക. ഒരു നമ്മൾ ആദ്യം പറഞ്ഞതിൽ ഒരു പ്രോക്സി സെർവർ ആയിരുന്നുള്ളത്, ഇതിൽ ഒരുപാട് പ്രോക്സി സെർവേഴ്സിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, ദ റെസ്പോൺസ് ഫ്രം ദ പ്രോക്സി സെർവേഴ്സ് ആർ റിട്രീവ്ഡ് ആസ് ഇഫ് ഇറ്റ് കെയിം ഡയറക്റ്റ്ലി ഫ്രം ദ ഒറിജിനൽ സെർവറിന് ഡയറക്റ്റായിട്ട് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുന്നതിനാണ് റിവേഴ്സ് പ്രോക്സീസ് എന്ന് പറയുന്നത്. 3 ഫോർവേഡ് പ്രോക്സീസ്, ഓപ്പൺ പ്രോക്സീസ്, അതുപോലെ തന്നെ റിവേഴ്സ് പ്രോക്സീസ്. ഇനി നമുക്ക് പ്രോക്സി സെർവറിലുള്ളത് ആർക്കിടെക്ചർ നോക്കാം നമുക്ക്. ദ പ്രോക്സി സെർവർ ആർക്കിടെക്ചർ ഡിവൈഡ് ഇൻറ്റു സെവറൽ മൊഡ്യൂൾസ് ഹാസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. നമുക്ക്
2, 4, 6 മൊഡ്യൂൾസ് ആക്കിയിട്ട് ആർക്കിടെക്ചറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോക്സി സെർവർ ഇൻ്റർഫേസ്, പ്രോക്സി സെർവർ ലിസണർ, കണക്ഷൻ മാനേജർ, ക്യാഷ് മാനേജർ, ലോഗ് മാനേജർ, കോൺഫിഗറേഷൻ, ഇങ്ങനെ 6 മൊഡ്യൂൾസ് ആക്കിയിട്ട് പ്രോക്സി സെർവറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ സെക്ഷൻ നോക്കാം. പ്രോക്സി യൂസർ ഇൻ്റർഫേസ്. ദിസ് മൊഡ്യൂൾ കൺട്രോൾസ് ആൻഡ് മാനേജസ് ദ യൂസർ ഇൻ്റർഫേസ് ആൻഡ് പ്രൊവൈഡ് ആൻ ഈസി ടു യൂസ് ഗ്രാഫിക്കൽ ഇൻ്റർഫേസ്. ഒന്നുമില്ല, നമ്മളെ സാധാ UI ഉണ്ടല്ലോ, യൂസർ ഇൻ്റർഫേസ്, അതിനെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ മൊഡ്യൂൾസിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സെക്ഷനാണ് ഫസ്റ്റിലത്തെ സെക്ഷൻ, പ്രോക്സി സെർവർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് വിൻഡോ ആൻഡ് മെനു ടു ദ യൂസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷന് കാര്യങ്ങൾ, അതാണല്ലോ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ദിസ് മെനു ഓഫേഴ്സ് ദ ഫോളോയിങ് ഫങ്ഷണലിറ്റീസ്. നമ്മൾ പറഞ്ഞ വിൻഡോ അങ്ങനത്തെ മെനൂസ് കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളതാണ്. സ്റ്റാർട്ട് പ്രോക്സി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. സ്റ്റോപ്പ് പ്രോക്സി സ്റ്റോപ്പ് ചെയ്യാനുള്ളത്, എക്സിറ്റ് ചെയ്യാനുള്ളത്, ബ്ലോക്കിംഗ് URL ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ബ്ലോക്കിംഗ് ക്ലയൻറ്റിനെ ബ്ലോക്ക്, മാനേജ് ലോഗ്, മാനേജ് ക്യാഷ്, മോഡിഫൈ കോൺഫിഗറേഷൻ, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് മെനൂസ് ആയിട്ട് കിട്ടുന്നത്. ഈ രണ്ടാമത്തതായിട്ട് വരുന്നത് പ്രോക്സി സെർവർ ലിസണർ. രണ്ടാമത്തതാണ് പ്രോക്സി സെർവർ ലിസണർ. ഇറ്റ് ഈസ് എ പോർട്ട് വെർ ന്യൂ റിക്വസ്റ്റ് ഫ്രം ദ ക്ലയൻറ്റ് ബ്രൗസർ ഈസ് ലിസൺഡ്. അതെന്ന് പറഞ്ഞാൽ പുതിയ എന്തെങ്കിലും റിക്വസ്റ്റ് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സെക്ഷനാണ്, അത് ലിസൺ ചെയ്യുക. ദിസ് മൊഡ്യൂൾ ആൾസോ പെർഫോം ബ്ലോക്കിംഗ് ഓഫ് ക്ലയൻറ്റ്സ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബൈ ദ യൂസർ. ക്ലയൻസിന് എന്താ പറയുക, നമ്മൾ ആദ്യം യൂസർ കുറച്ച് ലിസ്റ്റിൽ ക്ലയൻസിനെ കൊടുത്തിട്ടുണ്ട്, ആ ക്ലയൻസിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു പെർഫോമൻസ് കൂടെ ഈ പ്രോക്സി സെർവർ ലിസണറാണ് ചെയ്യുന്നത്. മൂന്നാമത്തതാണ് കണക്ഷൻ മാനേജർ. കണക്ഷൻ മാനേജർ എന്ന് പറയുന്ന സെക്ഷൻ ഇറ്റ് കണ്ടെയ്ൻസ് ദ മെയിൻ ഫങ്ഷണാലിറ്റി ഓഫ് ദ പ്രോക്സി സെർവർ. ഈ കണക്ഷൻ മാനേജർ എന്ന് പറയുന്നതാണ് ഈ പ്രോക്സി സെർവറിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട്. ഓക്കെ, ഇറ്റ് പെർഫോം ദ ഫോളോയിങ് ഫങ്ഷൻസ്. താഴെ പറയുന്ന ഒരു 8 മെയിൻ ഫങ്ഷൻസാണ് ഈ കണക്ഷൻ മാനേജർ ചെയ്യുന്നത്. അതേതൊക്കെ നോക്കാം നമുക്ക്. ഇറ്റ് കണ്ടെയ്ൻസ് ദി മെയിൻ ഫങ്ഷണാലിറ്റി ഓഫ് ദ പ്രോക്സി സെർവർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോക്സി സെർവറിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ഈ കണക്ഷൻ മാനേജർ എന്ന് പറയുന്ന സെക്ഷനാണ്. ഇറ്റ് പെർഫോം ദ ഫോളോയിങ് ഫങ്ഷൻ. നമ്മൾ പറയാൻ പോകുന്ന ഫങ്ഷൻസാണ്. റീഡ് റിക്വസ്റ്റ് ഫ്രം ദ ഹെഡർ ഓഫ് ദ ക്ലയൻറ്റിൻ്റെ ഹെഡറിൽ നിന്ന് റിക്വസ്റ്റ് റീഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ ചെയ്യുന്നത് നമ്മളെ കണക്ഷൻ മാനേജറാണ്. അതുപോലെ തന്നെ പാസ് ദ URL ആൻഡ് ഡിറ്റർമൈൻ വെദർ URL ഈസ് ബ്ലോക്ക്ഡ് ഓർ നോട്ട്. URLനെ ഡിറ്റർമൈൻ ചെയ്തിട്ട് URL ബ്ലോക്ക്ഡ് ആണോ അല്ലെങ്കിൽ അൺബ്ലോക്ക്ഡ് ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതും ഈ കണക്ഷൻ മാനേജറാണ്. ജനറേറ്റ് കണക്ഷൻ ടു ദ വെബ് സെർവറിൻ്റെ കണക്ഷൻ ജനറേറ്റ് ചെയ്യുന്നതും ഈ കണക്ഷൻ മാനേജറാണ്. റീഡ് ദ റീപ്ലൈ ഫ്രം ദ വെബ് സെർവറിൽ നിന്നുള്ള റീപ്ലൈ റീഡ് ചെയ്യുന്നതും ഈ നമ്മൾ പറഞ്ഞ കണക്ഷൻ മാനേജർ തന്നെയാണ്. ഇഫ് നോ കോപ്പി ഓഫ് പേജ് ഈസ് ഫൗണ്ട് ഇൻ ദ ക്യാഷ് ദെൻ ഡൗൺലോഡ് ദ പേജ് ഫ്രം ദ വെബ് സെർവർ. നമ്മൾ പേജ് ഫൗണ്ട് അല്ലെങ്കിൽ വെബ് സെർവറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ആക്സസ് കൊടുക്കുകയും ചെയ്യും. ചെക്ക് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റ് ഫ്രം ദ റീപ്ലൈ ഹെഡർ ആൻഡ് അക്കോർഡിംഗ്ലി വിൽ റീഡ് ഫ്രം ദ ക്യാഷ് ഓർ സെർവർ ഫ്രം ദ വെബ്. ഒന്നെങ്കിൽ ക്യാഷ് നിന്ന് എടുക്കും, അല്ലെങ്കിൽ സെർവർ സൈഡിൽ നിന്ന് എടുത്തിട്ട് നമുക്കത് വ്യൂ ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ കൂടെ ഈ കണക്ഷൻ മാനേജറാണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വിൽ ആൾസോ ചെക്ക് വെദർ ക്യാഷിംഗ് ഈസ് അലൗഡ് ഓർ നോട്ട്, അക്കോർഡിംഗ്ലി വിൽ ക്യാഷ് ദ പേജ്. ഈ ക്യാഷിങ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ക്യാഷിങ് അലൗഡ് ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യുന്നത് നമ്മളെ കണക്ഷൻ മാനേജർ തന്നെയാണ്. ഇനി അടുത്തത് ക്യാഷ് മാനേജറാണ്. ക്യാഷ് മാനേജർ എന്ന് പറഞ്ഞാൽ ദിസ് മൊഡ്യൂൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറിങ്, ഡിലീറ്റിംഗ്, ക്ലിയറിംഗ് ആൻഡ് സെർച്ചിങ് ഓഫ് വെബ് പേജ് ഇൻ ദ ക്യാഷ്. ഈ ക്യാഷിലുള്ള അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യുക, സെർച്ചിങ് ഓഫ് വെബ് പേജസ് ഇൻ ദ ക്യാഷിലുള്ള വെബ് പേജസിനെ സ്റ്റോർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യുക, സെർച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ക്യാഷ് മാനേജർ എന്ന് പറയുന്ന മൊഡ്യൂളാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത മൊഡ്യൂളാണ് ലോഗ് മാനേജർ.
ഈ ലോഗ് മാനേജർ എന്ന് പറയുന്നത് ദിസ് മൊഡ്യൂൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ വ്യൂയിങ് ക്ലിയറിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ലോഗ്സിനെ വ്യൂ ചെയ്യുക, ക്ലിയർ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ലോഗ് മാനേജർ എന്ന് പറയുന്ന മൊഡ്യൂള് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റാണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സംഭവം കണക്ഷനാണ്. ഓക്കെ, ദിസ് മൊഡ്യൂൾ ഹെൽപ്പ് ടു ക്രിയേറ്റ് കോൺഫിഗറേഷൻ സെറ്റിംഗ് വിച്ച് ഇൻ ടേൺ ലെറ്റ് അതർ മൊഡ്യൂൾസ് ടു പെർഫോം ഡിസൈഡ് കോൺഫിഗറേഷൻ സച്ച് ആസ് കാഷിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷന് അതുപോലെ കോൺഫിഗർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന മൊഡ്യൂളാണ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പം പ്രോക്സി സെർവേഴ്സ് എന്ന് പറയുന്ന സെക്ഷന് ഓൾമോസ്റ്റ് ഫിൽ ആയിട്ടുണ്ട്. അതിൽ പർപ്പസ് എന്ന മോണിറ്ററിങ്, ഫിൽറ്ററിങ്, ഇമ്പ്രൂവിങ് പെർഫോമൻസ്, ട്രാൻസ്ലേഷൻ, ആക്സസ് സർവീസ്, സെക്യൂരിറ്റി. ഇത്രയാണ് സെർവർ. പ്രോക്സി സെർവർ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സെർവറാണ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് ദ ഇൻ്റർനെറ്റിൻ്റെയും ക്ലയൻറ്റിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് സെർവറാണ്. പിന്നെ അതിൻ്റെ ടൈപ്സ് ആണ് ഫോർവേഡ് പ്രോക്സീസ്, ഓപ്പൺ പ്രോക്സീസ്, റിവേഴ്സ് പ്രോക്സീസ്, 3 ടൈപ്പാണ്. അത് പിന്നെ ആർക്കിടെക്ചറാണ്. ഇതിന് പ്രോക്സി സെർവർ ഇൻ്റർഫേസ്, പ്രോക്സി സെർവർ ലിസണർ, കണക്ഷൻ മാനേജർ, ക്യാഷ് മാനേജർ, ലോഗ് മാനേജർ, കോൺഫിഗറേഷൻ. ഈ കണക്ഷൻ മാനേജറാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഓക്കെ, ഇത്രയാണ് പ്രോക്സി സെർവേഴ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് ഫയർവാൾ എന്താണെന്ന് നോക്കാം. ഫയർവാൾ ഈസ് എ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ്. ഫയർവാൾ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ് ആണ്. either ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ബേസ്ഡ്. ചിലപ്പം അത് ഹാർഡ്വെയർ ആവാം, അല്ലെങ്കിൽ അത് സോഫ്റ്റ്വെയർ ആവാം. വിച്ച് മോണിറ്റേഴ്സ് ഓൾ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് ട്രാഫിക്. ഇൻകമ്മിങ്ങും വരുന്നതും പോകുന്നതുമായ എല്ലാ ട്രാഫിക്കിനെയും മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് മെയിനായിട്ട്. based on the defined set of security rules, it accepts and reject or drop the specific draft. ഒന്നെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ഇൻകമ്മിങ് ആണെങ്കിൽ ആ ഒരു ഇതിനെ ഒന്നെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യും. ഈ 3 ഫങ്ഷൻസാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. ഫയർവാൾ ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് പ്രിവെൻറ്റ്സ് അൺഓതറൈസ്ഡ് ആക്സസ് ടു ദ ഓർ ഫ്രം പ്രൈവറ്റ് നെറ്റ്വർക്ക്. അൺഓതറൈസ്ഡുള്ള ആക്സസ്, ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ ഹാക്കേഴ്സിൻ്റെ ആക്സസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഓൾ ഡാറ്റ പാക്കറ്റ് എൻറ്ററിങ് ഓർ ഡ്രോപ്പിംഗ് നെറ്റ്വർക്ക് പാസസ് ത്രൂ ദ ഫയർവാൾ ആൻഡ് ആഫ്റ്റർ ചെക്കിംഗ് വെദർ ഫോളോ ഇറ്റ് ഓർ നോട്ട്. അതായത് ഫയർവാൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഇൻകമ്മിങ് സമയത്ത് ഒരു ആക്സസ് വരുന്ന സമയത്ത് അത് ചെക്ക് ചെയ്തിട്ട് ഫയർവാളാണ് അത് ആക്സസ് ചെയ്യണോ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഫയർവാൾ. ഓൾ ട്രാഫിക് മസ്റ്റ് പാസ് ത്രൂ ദ ഫയർവാൾ ആൻഡ് ഓൺലി ഓതറൈസ്ഡ് ട്രാഫിക് മസ്റ്റ് പാസ്. ഓക്കെ, അപ്പം എല്ലാ ട്രാഫിക്കും ഈ ഫയർവാളിലൂടെ കടന്നു പോകും. അപ്പം റിജക്റ്റ് ആണെങ്കിൽ അത് കടക്കില്ല. ഓക്കെ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രാഫിക്ക് മാത്രമേ അത് കടക്കുള്ളൂ. അതാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഫയർവാൾ ഈസ് എ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയാണ്. അത് ഇൻകമ്മിങ് ഔട്ട് ഗോയിങ്ങിലെ സെക്ഷനിലെ അതിപ്പം ഇത് റിക്വസ്റ്റ് വരികയാണെങ്കിലും ഫയർവാൾ കൂടെ കടന്നു പോയിട്ട് ഓതറൈസ്ഡ് ആണെങ്കിൽ പാസ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് എ സിസ്റ്റം ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 2 നെറ്റ്വർക്ക് വെർ ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ്. ഇറ്റ് ഈസ് സിസ്റ്റം ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 2 രണ്ട് നെറ്റ്വർക്കിൻ്റെ ഇടയിലുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇംപ്ലിമെൻറ്റ് ആൻ ആക്സസ് കൺട്രോൾ പോളിസി ബിറ്റ്വീൻ ദോസ് നെറ്റ്വർക്ക്. ഒരു ആക്സസ് കൺട്രോൾ പോളിസീൻ്റെ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺ എ നെറ്റ്വർക്ക് ലെയർ ഓഫ് ദ OSI മോഡലിൻ്റെ നെറ്റ്വർക്ക് ലെയറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് യൂസസ് എൻക്രിപ്ഷൻ ടു എൻക്രിപ്റ്റ് ദ ഡാറ്റ ബിഫോർ ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്ത് എൻക്രിപ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് നമുക്ക് ഈ ഫയർവാളിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഫയർവാളും അതുപോലെ തന്നെ ഫയർവാളിൻ്റെ ടൈപ്സ് വരുന്നുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ. ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ഈച്ച് നെറ്റ്വർക്ക് നോഡ് വിച്ച് കൺട്രോൾ ഈച്ച് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാക്കറ്റ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നെറ്റ്വർക്കിൻ്റെ നോഡിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഏതെന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നെറ്റ്വർക്ക് നോഡിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഓർ സ്യൂട്ട് ഓഫ് ആപ്ലിക്കേഷൻ. ഇതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു സ്യൂട്ട് ഓഫ് ആപ്ലിക്കേഷൻ. ഇറ്റ് കംസ് ആസ് എ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ
ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്യൂട്ട് ഓഫ് ആപ്ലിക്കേഷൻ ആയിരിക്കാം. ഓക്കെ, ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ ആർ നീഡഡ് ബിക്കോസ് നെറ്റ്വർക്ക് ഫയൽ കനോട്ട് ബി പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഇൻസൈഡ് എ ട്രസ്റ്റഡ് നെറ്റ്വർക്ക്. ഒരു ട്രസ്റ്റഡ് നെറ്റ്വർക്കിൽ നമുക്ക് ഒരിക്കലും നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ നീഡഡ്. അപ്പം ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാളാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹോസ്റ്റ് ഫയർവാൾ പ്രൊട്ടക്ട് ഈച്ച് ഹോസ്റ്റ് ഫ്രം അറ്റാക്സ് അൺഓതറൈസ്ഡ് ആക്സസ്. ഹോസ്റ്റ് ഫയർവാളിൻ്റെ മെയിനായിട്ട് യൂസ് എന്ന് പറഞ്ഞാൽ അറ്റാക്സിനും അൺഓതറൈസ്ഡ് ആക്സസിനും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള ഒരു മെയിനായിട്ടുള്ള ഇത് തന്നെയാണ് ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ ചെയ്യുന്നത്. രണ്ടാമത് നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാളാണ്. നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാൾ ഫങ്ഷൻ ഓൺ നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെവലിലാണ്. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ നെറ്റ്വർക്ക് നോഡാണ്, ഇത് നെറ്റ്വർക്ക് ലെവലാണ്. ഇൻ അതർ വേർഡ്സ് ദിസ് ഫയർവാൾ ഫിൽട്ടർ ഓൾ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് ട്രാഫിക് അക്രോസ് നെറ്റ്വർക്കിലെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങുമായിട്ടുള്ള എല്ലാ ട്രാഫിക്കിനെയും ഇത് മോണിറ്റർ ചെയ്യും. ഓക്കെ, ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് ബൈ ഫിൽറ്ററിങ് ദ ട്രാഫിക് യൂസിങ് റൂൾ ഡിഫൈൻഡ് ഓൺ ദ സർവർ. ഒരു റൂൾ വെച്ചിട്ടാണ് ഇത് ഫിൽട്ടർ ചെയ്യുന്നത്. നമ്മൾ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് ട്രാഫിക്കിനെ ഒരു റൂൾസ് വെച്ചിട്ടാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എ നെറ്റ്വർക്ക് ഫയൽ മെയ്ഡ് ഹാവ് 2 or more നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, NICS നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്സ് അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എ നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാൾ ഈസ് യൂസ്വലി ഡെഡിക്കേറ്റഡ് സിസ്റ്റം വിത്ത് പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാളിനെ പറ്റിയാണ് രണ്ടാമത് പറഞ്ഞത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ഫങ്ഷൻ ഓൺ നെറ്റ്വർക്ക് ലെവലാണ്. നെറ്റ്വർക്ക് ലെവലിൽ വരുന്ന ഒരു സെക്ഷനാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് പറഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞത് ഫയർവാൾ ഈസ് എ യൂഷ്വലി ഡെഡിക്കേറ്റഡ് സിസ്റ്റമാണ്. ഒരു ഡെഡിക്കേറ്റഡ് സിസ്റ്റമാണ് വിത്ത് പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിലെ ഒരു ഡെഡിക്കേറ്റഡ് സിസ്റ്റമായിട്ടാണ് അത് നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാൾ എന്ന് പറയുന്ന സെക്ഷനെ വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഫയർവാളും പ്രോക്സി സെർവറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഫയർവാൾ ക്യാൻ മോണിറ്റർ ആൻഡ് ഫിൽട്ടർ ഓൾ ദ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ട്രാഫിക് ഓൺ എ ഗിവൺ ലോക്കൽ നെറ്റ്വർക്ക്. ഒരു ലോക്കൽ നെറ്റ്വർക്കിൽ നമുക്ക് മോണിറ്റർ ചെയ്യാം, ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ആയിട്ട് ട്രാഫിക്കിനെ മോണിറ്റർ ചെയ്യുക, അതുപോലെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയർവാൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോക്സി സെർവർ എന്ന് പറഞ്ഞാൽ പ്രോക്സി സെർവർ കണക്ട്സ് an external client with the server to communicate with each other. ഒരു എക്സ്റ്റേണൽ ക്ലയൻറ്റിനെ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷൻ കൊടുക്കുന്ന ഒരു സെക്ഷനെയാണ് പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. പിന്നെ ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബ്ലോക്സ് കണക്ഷൻ ഫ്രം അൺഓതറൈസ്ഡ് നെറ്റ്വർക്ക്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ നിന്നുള്ള ട്രാഫിക്കിനെ കണക്ഷനെയൊക്കെ അത് എന്താ പറയുക ബ്ലോക്ക് ചെയ്യും. അതാണ് ഫയർവാൾ. പിന്നെ പ്രോക്സി സെർവർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കണക്ഷൻ ഓർ നെറ്റ്വർക്കിലെ കണക്ഷൻസിനെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തത് ഫയർവാൾ എന്ന് പറയുന്നത് ഇറ്റ് ഫിൽറ്റേഴ്സ് ഡാറ്റ ബൈ മോണിറ്ററിങ് IP പാക്കറ്റ് ഡാറ്റ ട്രാവേഴ്സ്ഡ്. IP പാക്കറ്റിനെ മെയിനായിട്ട് മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഫിൽറ്റർ ദ ക്ലയൻറ്റ് സൈഡ് റിക്വസ്റ്റ് ഡാറ്റ ആർ മെയ്ഡ് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക്. പ്രോക്സി സെർവർ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സൈഡ് റിക്വസ്റ്റിനെയാണ് അത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫയർവാൾ ഇറ്റ് ഇൻവോൾവ്സ് നെറ്റ്വർക്ക് ആൻഡ് ട്രാൻസ്പോർട്ട് ലെയർ ഡാറ്റ. നെറ്റ്വർക്ക് ലെയറിലും ട്രാൻസ്പോർട്ട് ലെയറിലും ഡാറ്റയിനെ ഇൻവോൾവ് ചെയ്യുന്നത് ഫയർവാൾ എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക് ഓൺ ആപ്ലിക്കേഷൻ ലെയർ ഡാറ്റ. പ്രോക്സി സെർവർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ ഡാറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് എക്സിസ്റ്റ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ എ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഈ ഫയർവാൾ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെയും പ്രൈവറ്റ് നെറ്റ്വർക്കിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് എ പബ്ലിക് നെറ്റ്വർക്ക് ഓൺ ബോത്ത് സൈഡ്സ്. ഒരു നമ്മുടെ പ്രോക്സി സെർവർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് നെറ്റ്വർക്കായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ആൻ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് എഗെയിൻസ്റ്റ് അറ്റാക്ക്. ഫയർവാൾ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ നെറ്റ്വർക്ക് എഗെയിൻസ്റ്റ് അറ്റാക്കാണ്. ഇൻറ്റേർണൽ അറ്റാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളെ ഫയർവാൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ anonymity and to bypass restrictions.
ബൈപ്പാസിനെ എക്സ്ട്രീറ്റ് ചെയ്യുക, യൂസ്ഡ് ഫോർ അനോണിമിറ്റി. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓവർഹെഡ് ജനറേറ്റഡ് ഇൻ ഫയർവാൾ ഈസ് മോർ കമ്പയർഡ് ടു പ്രോക്സി സെർവർ. ഓവർഹെഡ് ജനറേറ്റഡ് ഇൻ പ്രോക്സി സെർവർ ലെസ് കമ്പയർഡ് ടു ഫയർവാൾ. ഫയർവാൾ കമ്പയർഡ് ടു പ്രോക്സി സെർവർ കൂടുതലാണ്. പ്രോക്സി സെർവർ എന്ന് പറയുന്ന സമയത്ത് ലെസ് കമ്പയർഡ് ടു ഫയർവാൾ ആണ്. ഓക്കെ, ഇത് ലാസ്റ്റ് വരുന്നത് ഇറ്റ് വർക്ക്സ് ഓൺ ദ പാക്കറ്റ് ലെവൽ. പാക്കറ്റ് ലെവലിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺ അപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ ലെവൽ. പ്രോക്സി സെർവർ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഫയർവാൾ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ഓൺ ദി പാക്കറ്റ് ലെവൽ. പാക്കറ്റ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയാണുള്ളത്. താങ്ക് യു.